അത് ഗവർണർ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവർണർ കേരളത്തിൽ വലിയ തകർച്ചയിലേക്കാണ് ക്രമസമാധാനം നീങ്ങുന്നത് എന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനമുള്ളത്? ഒരടിസ്ഥാനമില്ലാതെ വായിക്ക് തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട്. ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിന്റെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ RSSന്റെ നേതൃത്വവുമായിട്ട് BJPയുടെ നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ഗവർണർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വളരെ അപകടകരമായ ഒരവസ്ഥ. ഗവർണർ എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ്. ചാൻസലർ എന്ന് പറയുന്നതും അതേപോലെ തന്നെ വളരെ ഗൌരവമുള്ള ഒരു സ്ഥാനമാണ്. ആ രണ്ടും കൈകാര്യം ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളോടും പ്രസ്ഥാനങ്ങളോടും ജനാധിപത്യ സംവിധാനത്തോടും ഭരണഘടനയോടും അദ്ദേഹം പുലർത്തേണ്ടുന്ന ശരിയായ നിലപാട് എന്താണ് എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് മറന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും അടുത്തതെന്ത് എന്നുള്ള ചോദ്യത്തിന് മറുപടി കണ്ടെത്താനുള്ള ഫലപ്രദമായ നീക്കമായിട്ട് മാത്രമേ ഇതിനൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേരളത്തിന് ഏശാൻ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭയപ്പെടുത്തിയിട്ട് ഈ കേരളത്തെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ കാവ്യവൽക്കരിക്കാൻ RSSന്റെയും BJPയുടെയും നിലപാടുകളിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നാണ് ഗവർണർ ധരിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. ഭീഷണിക്ക് വഴങ്ങാൻ കേരളം ഇടതുപക്ഷ ഗവൺമെന്റും തയ്യാറില്ല, ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ മുന്നണി ഒന്നും തന്നെ തയ്യാറില്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. തകർന്ന ഒരാളെ നിലയിൽ മാത്രം തകർന്നാൽ പോരല്ലോ, തകരുന്നത് വസ്തുനിഷ്ഠമായിരിക്കണ്ടേ. എവിടെയാ ക്രമസമാധാന നില തകർന്നിട്ടുള്ളത്? കേരളത്തിൽ ക്രമസമാധാനം തകർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മണിപ്പൂരിന്റെ സ്ഥിതി എന്താ? നിങ്ങൾ ചോദിക്കണ്ടേ, പത്രക്കാർ ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ക്രമസമാധാനം തകർന്നത് കേരളത്തിൽ, എന്നാൽ മണിപ്പൂർ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇന്ന് ആ ഗവൺമെന്റ് നിലനിർത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇമാതിരിയുള്ള വർത്താനം പറഞ്ഞിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഭീഷണിപ്പെടുത്തി കളയാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ ആ ഭീഷണിക്കൊന്നും വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് SFI സ്വതന്ത്ര ജനാധിപത്യ പ്രസ്ഥാനമാണ്. അതിന് പ്രവർത്തിക്കാൻ അവകാശമുണ്ട്. ആ പ്രവർത്തനം നടത്തുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് അപഹസിക്കുകയാണ്. എന്ത് തോന്നിയാസവും പറയുന്ന ഒരു നിലപാടിലേക്ക് ഒരു ഗവർണർ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് രാജ്യത്തിന്. അപ്പോൾ തികച്ചും തെറ്റായ നിലപാട് സ്വീകരിക്കുക, ജനാധിപത്യപരമായ മര്യാദകളൊന്നും പാലിക്കാതിരിക്കുക, കുട്ടികളെ ഉൾപ്പെടെ പ്രകോപിതമാക്കുക, എന്നിട്ട് സംഘർഷാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ട് ഇവിടെ സമാധാനം തകർന്നിരിക്കുന്നു എന്ന് പ്രചരണം നടത്തുക, എല്ലാം ഗവർണറുടെ മനസ്സിലിരിപ്പാണ്. ആ മനസ്സിലിരിപ്പ് കൊണ്ട് അതാണ് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്നുള്ള തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് വേണ്ട. കേരളത്തിൽ ഒരു ക്രമസമാധാന നിലക്കും യാതൊരു പ്രശ്നവുമില്ല. വളരെ ഫലപ്രദമായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന നില ഉറപ്പുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. എന്നാൽ ഇവിടെ പ്രതിഷേധമൊക്കെ ഉണ്ടാവും. പ്രതിഷേധം വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രതിഷേധിക്കാനുള്ള അവകാശം, ജനാധിപത്യ അവകാശമുണ്ട്. ആ അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അതിന് മുഖ്യമന്ത്രിയുടെ ആജ്ഞയനുസരിച്ചാണ് SFI പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് തികഞ്ഞ തെറ്റായ ഒരു സമീപനമാണ്. അതിന് ഞാൻ പിന്നെ വേറെ പദങ്ങൾ ഉപയോഗിക്കുന്നില്ല. തെറ്റായ പറയുന്നത്. പോലീസ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ SFIയുടെ ബാനർ കീറാൻ വേണ്ടി SP തന്നെ നേതൃത്വം നൽകുന്ന സാഹചര്യം അതൊരു ശരിയായ സമീപനമാണ്. SFI തന്നെ ആരോപിക്കുന്നത് ഗവർണർ അല്ല, ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവർണർ നേരിട്ട് ഇറങ്ങില്ലേ? എന്നിട്ട് ഗവർണർ നേരിട്ട് ഇറങ്ങിയിട്ട് അത് ഒരുക്കി ഇത് ഒരുക്കി എന്ന് പറയുന്ന നിലയിലേക്കല്ലേ അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ തള്ളി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ചിത്രമല്ലേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്? എല്ലാവരും കണ്ടല്ലോ ആ ചിത്രം. അപ്പോൾ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. ഗവർണർ തന്നെയാണ് അതിന് മുമ്പിൽ നിൽക്കുന്നത്. എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെയും മുമ്പിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളായിട്ട് ഇപ്പോൾ ഗവർണർ മാറിയിരിക്കുകയാണ്. ഗവർണർക്ക് തോന്നിയതുപോലെ പറയുക. അതാണിപ്പോ ബ്ലഡി കണ്ണൂർ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഏത് തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്? കണ്ണൂർ പോലെയുള്ള ഒരു നാട്, ഏത് സംസ്ഥാനമായാലും, ഏത് പ്രദേശമായാലും, ഏത് ജില്ലയായാലും അതിനൊക്കെ അപമാനിക്കാൻ ഗവർണർക്ക് എന്താ അവകാശം? അപ്പോൾ എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്നുള്ള ധാരണയാണ്. അതിന് പിന്നിൽ RSS BJP സംവിധാനം തന്നെയാണ്. അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നോമിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ കേരള സെനറ്റിലേക്കും വന്ന നോമിനേഷൻ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അല്ലാണ്ട് എവിടുന്ന് കിട്ടിയതാ? അപ്പോൾ ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കാൻ, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ചക്രമത്തായ രീതിയിൽ ഇപ്പോഴും തന്നെ പ്രതിരോധിക്കുന്ന ഒരു നിലപാടാണ് BJP ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒപ്പം നിന്ന്
കേരളത്തിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ശ്രമം ജനങ്ങൾ തിരിച്ചറിയും. ഫലപ്രദം ഇപ്പോൾ കേരളം ഒന്നടങ്കം ഈ ഗവർണറുടെ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ 2 യൂണിവേഴ്സിറ്റികളിലും വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ 2 വന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും RSSന്റെ സെനറ്റ് അംഗങ്ങളെയും പിന്നീട് സിൻഡിക്കേറ്റ് അംഗങ്ങളെയും തിരികെ കയറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവ പ്രവർത്തനമാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്. RSSന് വേണ്ടി ഹിന്ദുവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രക്രിയയിലേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തെ ജനാധിപത്യ കേരളം ഒറ്റക്കെട്ടായിട്ട്, അത് ഇന്ന പാർട്ടിയെന്നൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ നിലപാട് സ്വീകരിക്കേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഗവർണർ എടുക്കുന്ന ഈ ഹിന്ദുവൽക്കരണത്തിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ, വർഗീയതയുടെ മുമ്പിൽ ശരിയായ നിലപാട് ഈ കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾക്ക് എടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. ഗവർണറുടെ ഈ ഭീഷണിയൊന്നും കേരളത്തിൽ ഏശില്ല എന്ന കാര്യം ഉറപ്പായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. അതൊക്കെ അന്നേരം നോക്കാമെന്ന്. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. മണിപ്പൂർ ഒന്നില്ലല്ലോ അല്ലേ? 100 കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ട് ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയില്ലല്ലോ. എന്നിട്ട് കേരളത്തെ ഭീഷണിപ്പെടുത്താൻ നോക്കുക. അതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ.